നമസ്കാരം. തിയേറ്റർ റിലീസായി വന്ന തമിഴ് ചിത്രം വിടുതലൈ പാർട്ട് 2. ഈ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. 2023 റിലീസ് ചെയ്ത ആദ്യ ഭാഗത്തിന്റെ തുടർച്ചയായാണ് ഈ ചിത്രം വന്നിരിക്കുന്നത്. വെട്രിമാരൻ തിരക്കഥ എഴുതി സംവിധാന ചിത്രത്തിൽ വിജയ് സേതുപതി, സൂരി, മഞ്ജു വാര്യർ, കിഷോർ, ഗൗതം വാസുദേവ് മേനോൻ തുടങ്ങിയവരൊക്കെയാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. ആദ്യ ഭാഗം ഏറെ ഇഷ്ടപ്പെട്ട ഒരു സിനിമ കൂടിയായിരുന്നു. കോൺസ്റ്റബിൾ കുമരേശന്റെ യാത്ര എന്നത് ഉള്ളുലയ്ക്കുന്ന ഒരു കാഴ്ച കൂടിയായിരുന്നു. പറഞ്ഞു പോകുന്ന കാര്യങ്ങളെ അത്രത്തോളം ഇന്റൻസ് ആയി തന്നെ സിനിമ ആദ്യ ഭാഗത്തിൽ പരിഗണിച്ചിട്ടുണ്ട്. അന്ന് പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കിയാണ് രണ്ടാം ഭാഗത്തിൽ എന്നതുകൊണ്ട് തന്നെ ആദ്യ ഭാഗം കാണാത്തവരുണ്ട് എങ്കിൽ അത് കണ്ട ശേഷം പാർട്ട് 2 കാണുന്നതാകും നല്ലത്. ആദ്യ ഭാഗം എത്തിയുന്നത് പെരുമാൾ എന്ന വാത്തിയാറിലേക്ക് പോലീസുകാർ എത്തുന്നതും അറസ്റ്റ് ചെയ്യുന്നതുമാണ്. അവിടെ വരെയുള്ള യാത്രയിൽ വെട്രിമാരൻ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുന്ന സിസ്റ്റം, അതിലെ മനുഷ്യർ എന്നതുകൂടെ അന്ന് നമ്മൾ കണ്ടതാണ്. പെരുമാളിൻ്റെ അറസ്റ്റും അതിനുശേഷമുള്ള കാര്യങ്ങളും രണ്ടാം ഭാഗത്തിൽ ഫോക്കസ് പോയിന്റായി വരുമ്പോഴും ഈ കഥാപാത്രത്തിൻ്റെ ഒരു യാത്ര കൂടെയാണ്, ജീവിതയാത്ര കൂടെയാണ് പ്രധാന വിഷയമായി വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പ്രീക്വൽ ആൻഡ് സീക്വൽ എന്ന നിലയിൽ കൂടെ രണ്ടാം ഭാഗം പരിഗണിക്കേണ്ടി വരും. അധ്യാപകനായിരുന്ന പെരുമാളിൽ നിന്നും ആദ്യ ഭാഗത്തിലെ ദ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലേക്ക് എത്തിപ്പെട്ട ആ ജീവിതം എന്നത് പല ലെയറുകളിലൂടെ വെട്രിമാരൻ അടുക്കി വയ്ക്കുന്നുണ്ട്. പ്രകടനം കൊണ്ടും പ്രൊഡക്ഷൻ ക്വാളിറ്റി കൊണ്ടും ഒരു മികച്ച തിയേറ്റർ അനുഭവമായി അത് മാറുന്നതുമുണ്ട്. മേക്കിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ കഥ പറച്ചിൽ രീതി എന്നത് ആദ്യ ഭാഗത്തിന് സമാനമാണ്. ആദ്യ ഭാഗം പോലെ തന്നെ ഇഷ്ടപ്പെട്ട കാഴ്ചയായി മാറുന്നുണ്ട് വിടുതലൈ പാർട്ട് 2. വിജയ് സേതുപതിയാണ് പെരുമാളായെത്തുന്നത്. പ്രശ്നങ്ങൾ കണ്ടാൽ പോലീസിനെ വിളിക്കുന്ന, സിസ്റ്റത്തിൽ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാധാരണക്കാരിൽ നിന്നും ദ മോസ്റ്റ് വാണ്ടഡ് എന്നതിലേക്കുള്ള ആ കഥാപാത്രത്തിൻ്റെ യാത്ര എന്നത് ഗംഭീരമായി വിജയ് സേതുപതി ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇതുവരെയുള്ള കരിയറിൽ അദ്ദേഹത്തിൻ്റെ മികച്ച കഥാപാത്രങ്ങളുടെ ലിസ്റ്റിലേക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റിയ ഒന്ന്. സിനിമയിൽ ഇടയ്ക്കൊരു സാമൂഹ്യ പഠനം ക്ലാസ് എടുക്കലാണോ എന്ന സംശയമൊക്കെ തോന്നുമ്പോഴും വിജയ് സേതുപതി പ്രകടനത്തിലൂടെ അതിന് ഒരു പരിധിവരെ മറികടക്കുന്നുമുണ്ട്. വൈകാരികമായി കൂടെ പെർഫോം ചെയ്യാനുള്ള സ്പേസിലും വിജയ് സേതുപതി എന്ന നടനെ ഗംഭീരമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തന്നെ തോന്നി. ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്ന പ്രകടനം. സൂര്യയുടെ കുമരേശൻ ഇവിടെയും പ്രാധാന്യത്തോടെ വരുന്നുണ്ട്. രണ്ടാം പകുതിയിൽ നന്നായി പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അത് സൂരി ഗംഭീരമായി ചെയ്തിട്ടുമുണ്ട്. ഈ വിജയ് സേതുപതിയുടെ കാര്യത്തിലാണെങ്കിലും സൂര്യയുടെ കാര്യത്തിലാണെങ്കിലും സംഭാഷണങ്ങൾ പോലെ തന്നെ സിനിമയിലുടനീളം നറേഷനും വരുന്നുണ്ട്. ഡെപ്തോടെ തന്നെ അത് സിനിമയിലുടനീളം കൊണ്ടുപോയി എന്നതും ശ്രദ്ധേയമാണ്. പെരുമാളിൻ്റെ ഭാര്യയായ മഹാലക്ഷ്മി എത്തുന്നത് മഞ്ജു വാര്യരാണ്. സ്ട്രോങ് ആയ കഥാപാത്രം അത് മികച്ചതായി സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുമുണ്ട്. പെരുമാളിൻ്റെയും ഭാര്യയുടെയും കാര്യത്തിൽ കഥയിൽ കുറച്ച് കാലം തന്നെ ഇങ്ങനെ വരുന്നുണ്ട്. ആ സമയത്ത് അവരുടെ ഫിസിക്കൽ ചേഞ്ചസ്, അതുപോലെ സാഹചര്യങ്ങൾ മാറുന്നതൊക്കെ ആ കഥാപാത്രങ്ങളിൽ കൂടെയും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. കിഷോർ അദ്ദേഹത്തിൻ്റെ റോൾ നല്ല രസമായി ചെയ്തിട്ടുണ്ട്. റൂട്ടഡായ ഒരു കഥാപാത്രം എന്നതിലേക്ക് കൊണ്ടുപോകാൻ പ്രകടനം പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നെയുള്ളത് രാഘവേന്ദ്ര എത്തുന്ന ചേതൻ. പെരുമാളുമായുള്ള ഒരു യാത്രയുണ്ട് കാട്ടിലൂടെ. അതിനെ മൊത്തത്തിൽ എൻഗേജ് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ ഇദ്ദേഹത്തിൻ്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് നോട്ടങ്ങൾ, അവസരത്തിനായുള്ള കാത്തിരിപ്പുകൾ, അതിലെ പ്രതികരണങ്ങളൊക്കെയായി ഗംഭീര പ്രകടനം തന്നെയായിരുന്നു. പിന്നെ ഈ അറസ്റ്റിന് ശേഷമുള്ള ചീഫ് സെക്രട്ടറിയുമൊക്കെ ആയുള്ളൊരു സംസാരവും കാര്യങ്ങളൊക്കെ വരുന്ന സീൻ, അതും മികച്ച രീതിയിൽ തന്നെ സിനിമയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഗൗതം മേനോൻ, അനുരാഗ് കശ്യപ് തുടങ്ങി ചെറിയ വേഷങ്ങളിൽ വരുന്നവരാണെങ്കിലും വന്നവരെല്ലാം ഗംഭീരമായി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഓരോ കഥാപാത്രങ്ങൾക്കും അവരുടേതായ ഒരു സ്പെഷ്യാലിറ്റി നൽകാൻ അഭിനേതാക്കൾക്ക് സാധിച്ചിട്ടുമുണ്ട്. ഇളയരാജയുടെ സംഗീതം. സിനിമ ഉടനീളം രാഷ്ട്രീയം പറയുന്നുണ്ട്. അത് സമരങ്ങളുടെയും സിസ്റ്റത്തിൻ്റെയും ചെറുത്തുനിൽപ്പുകളുടെയും പ്രതിരോധങ്ങളുടെയും ഒക്കെ രാഷ്ട്രീയമാണ്. ആ മൊമെൻറ്റ്സിലൊക്കെ ഒരു ഫീൽ പ്രേക്ഷകർക്ക് നൽകുന്നതിൽ പശ്ചാത്തല സംഗീതം പ്രധാന പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. പാട്ടുകൾ നോക്കിയാൽ എനിക്ക് ആദ്യ ഭാഗത്തെയാണ് കൂടുതൽ ഇഷ്ടമായത്. വിടുതലൈ പാർട്ട് 2 പെരുമാൾ എന്ന കഥാപാത്രത്തിൻ്റെ യാത്ര എന്നത് നമ്മൾ ഇതുവരെ കേൾക്കാത്ത കഥയാണെന്നോ പൊളിറ്റിക്സ് ആണെന്നോ ഒന്നും പറയാൻ സാധിക്കില്ല. പല മൊമെൻറ്റ്സും നമ്മൾ മറ്റ് സിനിമകളിലൂടെ പരിചയപ്പെട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പോഴും കഥ പറയുന്ന രീതി, അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി എന്നതിൽ ഒരു പുതിയ അനുഭവമായി മാറുന്നുണ്ട്. കൃത്യമായ ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ആണ് അതിൽ ആദ്യം പറയേണ്ടത്. ആ ഒരു ഐഡൻറ്റിറ്റി ഓരോ കഥാപാത്രത്തിൻ്റെ കേസിലും കൃത്യമായി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ കാലഘട്ടം പറയുമ്പോൾ ഉള്ള ആർട്ട് വർക്ക്, കാടും മേടും നിറഞ്ഞ യാത്രകളും വെടിവെപ്പുകളും ഒക്കെയായി ആ സ്പേസിനെ മികച്ച രീതിയിൽ സ്ക്രീനിൽ കൊണ്ടുവരാനും സാധിക്കുന്നുണ്ട്. VFX വർക്കുകൾ ചിലയിടങ്ങളിൽ അത്ര സ്മൂത്തായി അനുഭവപ്പെട്ടില്ല. ഏകദേശം 3 മണിക്കൂറിനടുത്തുണ്ട് സിനിമയുടെ റണ്ണിങ് ടൈം എന്നുള്ളത്. ഇടയ്ക്ക് ആ ദൈർഘ്യം നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. നേരത്തെ സൂചിപ്പിച്ച പോലെ സാമൂഹ്യ പാഠം ക്ലാസ് ആവുന്നുണ്ടോ എന്ന തോന്നലുമുണ്ട്. അതൊരു പ്രശ്നം എന്ന നിലയിലല്ല. കഥാപാത്രങ്ങൾ, പശ്ചാത്തലം ഒക്കെ അങ്ങനെയാണ്. ഇടയ്ക്ക് ഈ ഒരു രീതിയിലും സിനിമയിൽ നമുക്ക് സമീപിക്കേണ്ടി വന്നേക്കാമെന്ന് മാത്രം. രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ സംഭാഷണങ്ങൾ ചിലയിടത്ത് ഗംഭീരമാണ്. നിമിഷ നേരം കൊണ്ട് പറഞ്ഞു പോകുന്നതിലും ബാക്കിയാക്കുന്ന യാഥാർത്ഥ്യങ്ങൾ, കാര്യങ്ങളെ വിശദീകരിക്കാൻ കൊണ്ടുവരുന്ന ഉദാഹരണങ്ങളൊക്കെ മികച്ച രീതിയിൽ തിരക്കഥയിൽ കൊണ്ടുവന്നിട്ടുമുണ്ട്. ആ പൊളിറ്റിക്കൽ യാത്രയിൽ പ്രേക്ഷകനെ കൂടെ ചേർത്ത് വയ്ക്കാൻ പറ്റി എന്നത് പോസിറ്റീവായി തന്നെ അനുഭവപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് എന്നുള്ളത്, സിസ്റ്റം, അതിലെ ആൾക്കാർ, ഈ ജാതി സംവിധാനം, പോലീസ് സംവിധാനത്തിൽ തന്നെ അധികാരം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, മനുഷ്യരുടെ പോരാട്ടങ്ങളൊക്കെയായി ഒരു വലിയ സ്പേസിനെ ഈ സമയം കൊണ്ട് ഗംഭീരമായി കാണിച്ചു തരുന്നുണ്ട് വെട്രിമാരൻ. ആദ്യ ഭാഗം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പാർട്ട് 2 ടിക്കറ്റ് എടുക്കാം. അതാണ് ചുരുക്കി പറയാനുള്ളത്. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു വരുന്നു. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.